ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കിച്ചുവിൻ്റെ പല്ല് കെട്ടിക്കാൻ പോവാണ്. ഈ ഒരു വെക്കേഷൻ ടൈമിൽ തന്നെ കെട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പം ഓക്കെ ആണ്, ഈ ഒരു സമയത്ത് ഈ ഒരു ഏജിൽ അവളുടെ പല്ലൊക്കെ കെട്ടിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 4 പല്ലെടുക്കണം. അപ്പം ഫുള്ള് ഇഞ്ചക്ഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ടാണ് പല്ലെടുക്കുന്നത്. മുകളിലത്തെയും താഴത്തെയും ഒരു ദിവസം, മറ്റേ സൈഡിൽ വേറൊരു ദിവസം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു സൈഡിലെടുത്ത് നമുക്ക് അപ്പം തന്നെ ഇത് ബ്രേസസ് ഇടുന്നത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ഒരു 4 ദിവസമായാലും കുഴപ്പമില്ല, സ്ലോലി ചെയ്താൽ മതി, കുഞ്ഞു കുട്ടിയല്ലേ, ഇപ്പം പെയിൻ ഉണ്ടാവും, അപ്പോൾ പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം നേരത്തെ കണ്ടതാണ് പല്ല് കേട്ടോ, ഭയങ്കര വലിയ 2 പല്ലുകൾ അടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ അവരെ ഒന്ന് ജ്യൂസ് കുടിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് 2 ദിവസത്തെയാണ് കേട്ടാ. ഇത് ആദ്യത്തെ ദിവസം ഒരു ബട്ടർ സ്കോച്ചും സ്പാനിഷ് ഡിലൈറ്റ് പിന്നത്തെ ദിവസം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടിക്കുമ്പോൾ അവൾക്ക് അത് അറിയുന്നില്ല, കംപ്ലീറ്റ് മൗത്ത് തരിച്ചിരിക്കുകയാണ്. അപ്പം 4 പല്ലും എടുത്തു കഴിഞ്ഞു. ഇനി ഒരു ദിവസം പോയിട്ട് അടുത്ത ബാക്കിയുള്ള പ്രൊസീജിയറുകൾ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സ്പെഷ്യലായിട്ട് കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ള ചുരിദാറുകളാണ് കാണിക്കുന്നത്. ഇത് ഒരു എ ലൈൻ ടോപ്പാണ്. നല്ല ബ്ലൂ, ഇലക്ട്രിക് ബ്ലൂ എന്ന് പറയുന്ന ബ്ലൂ ആണ്. എ ലൈൻ ടോപ്പാണ്. യോക്ക് പോർഷനിൽ നല്ല ഹെവി ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയാണ്. സാധാരണ കോട്ട് സെറ്റ് പോലെയാണ് വരാറ്. ഇത് ടോപ്പ് ആൻഡ് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. ഒരു 1 വീക്കായിട്ട് എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അത് കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പതുക്കെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഇതിൻ്റെ ജസ്റ്റ് സ്റ്റോക്ക് വന്നത് ഒന്ന് ഇതിലൂടെ ഒന്ന് കാണിച്ചതാണ്. ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടെ വരുന്നുണ്ട്. കോഫി ബ്രൗൺ ആണ്, കാണുമ്പോൾ ഒരു ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇത് കോഫി ബ്രൗൺ ആണ് വരുന്നത്. രണ്ടും നല്ല കളറാണ്. വിത്ത് ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ. ഈ യോക്കിൽ വർക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. എ ലൈൻ ടോപ്പാണ്, ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ, അപ്പം ഹെൽത്തൊക്കെ ഓക്കെ വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. പലരും ചോദിക്കുന്നുണ്ട് ഇത് വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ തരാൻ പറഞ്ഞിട്ട്. ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും ഇടാതെ ഇരുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോസ് ഇടാം കേട്ടോ. അപ്പം ഇതാണ് ഈ ഒരു വ്ളോഗിൽ കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. നല്ല ബ്ലൂ ആണ്, നല്ല ഇലക്ട്രിക് ബ്ലൂ എന്ന് പറയുന്ന ബ്ലൂ ആണ് കേട്ടോ. ദുപ്പട്ട നോക്കി അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. 2 സൈഡിലായിട്ട് ഇടുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ ഇറങ്ങി നിൽക്കും കേട്ടോ. എ ലൈൻ ടോപ്പാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഹോബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹോബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഞ്ചാരം, സഫാരി ചാനലിൽ ഇരുന്ന് കാണലാണ്. അത് ചാനലായിട്ട് ഈ യൂട്യൂബിലൂടെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഫുൾ ഇപ്പം ഈ വെക്കേഷൻ ടൈമിൽ എൻ്റെ ഒരു ഹോബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഫാരി ചാനലിൽ ഇരുന്ന് കാണലാണ് പണി. അപ്പം ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വൈമോളിലേക്ക് ഇറങ്ങി. എപ്പോഴും ടി വി കാണാനൊക്കെ ആയിട്ട് കുട്ടികളും ഭയങ്കര മെൻ്റലി ഒരു സ്ട്രെസ്സിലാണ്. അപ്പം അവരൊന്ന് റിഫ്രഷ് ആക്കാനായിട്ട് ഞാൻ വൈമോളിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് കുറച്ച് ഗെയിമൊക്കെ കളിച്ച് പോവാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇൻറ്റർസ്റ്റെല്ലാർ അഡ്വഞ്ചർ, അങ്ങനത്തെ ഒരു തീമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ അതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഞാൻ ജസ്റ്റ് പുറത്ത് കാണുന്നുണ്ട്. അപ്പം ഞാൻ സ്പീഡ് മോഡിലിട്ടിരിക്കുകയാണ്, അതാണ് ഇത്രയും സ്പീഡായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഡൈനോസറിൻ്റെ വേണമെങ്കിൽ അത് കാണാം. അതുപോലെ പല ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കിച്ചു ആണ് അത് സെലക്ട് ചെയ്തത്. ഈ ഇൻറ്റർസ്റ്റെല്ലാർ അഡ്വഞ്ചർ മതി എന്ന് പറഞ്ഞിട്ട് ഇതാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നോടും കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇടയ്ക്കൊക്കെ വന്നിട്ട് ഫുൾ ടൈം ഇപ്പം വെക്കേഷനിൽ വെച്ചാൽ ഗെയിം കളിക്കുക. കിച്ചുവിന് പിന്നെ എക്സ് ആൻഡ് വൈയുടെ ക്ലാസ് നടക്കുന്നതുകൊണ്ട് അവൾ ഫുൾ എൻഗേജ്ഡ് ആണ്.
അവർക്ക് സ്കൂളിൽ ക്ലാസ് തുടങ്ങാനായിട്ട് മുന്നേ തന്നെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്നുണ്ട് അവൾ. അപ്പോൾ എക്സ് ആൻഡ് വൈയുടെ ക്ലാസ്സസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹോംവർക്കും ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡിംഗ് ക്ലാസ്സസ് കാണണം, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്നൊന്ന് ഫ്രീ ആവാനായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഒന്ന് കുറച്ച് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് പോവാന്ന് വിചാരിച്ചു. അപ്പം ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ രണ്ടുപേർക്കും. അപ്പം അർജുന്റെ ഫേസിലുണ്ട് ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും, അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് എന്താന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. എനിക്ക് അത് എങ്ങനെയുണ്ടെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം, മമ്മി കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ പനിയുള്ള സമയത്താണ് ഞാൻ ഇവരൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് കൊണ്ടുപോകണത്. അപ്പം എനിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വേഗം വീട്ടിൽ പോവാന്ന് പറഞ്ഞു. അപ്പം പനി ആയതുകൊണ്ട് കുക്കിംഗ് ഒന്നും ഇന്ന് നടന്നിട്ടില്ല. അപ്പം നിതീഷ് ചേട്ടൻ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ അവർ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. സാധാരണ ചോറ് സാമ്പാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വാരി കൊടുക്കണം. ബിരിയാണിയോ അല്ലെങ്കിൽ ഇതുപോലത്തെയുള്ള ഫുഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കഴിക്കാൻ അവർക്ക് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് അവരൊന്ന് ഒറ്റയ്ക്ക് കഴിക്കുകയാണ് രണ്ടുപേരും. അപ്പൊ ഉച്ചയ്ക്കുള്ള ബിരിയാണി പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിന്റെ കുറച്ച് ബാക്കിയുണ്ട്. അങ്ങനെ കിച്ചൂരാണെങ്കിൽ കഴിക്കാൻ ആ ഒരു സൈഡ് വെച്ച് കഴിക്കാൻ പറ്റണില്ല. അങ്ങനെ അപ്പം ഈ ഒരു ഏജിൽ തന്നെ പല്ല് കെട്ടിക്കാന്ന് വിചാരിച്ചു. വെക്കേഷൻ ഈ ഒരു സമയത്താകുമ്പം പഴപ്പിൽ വലിയ ഡിസ്റ്റർബൻസ് വരില്ലല്ലോ, പെയിനും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ. അങ്ങനെ വിചാരിച്ചു. പിന്നെ ഡോക്ടർ പറഞ്ഞത് ഒരു 18 to 22 months ഒക്കെയാണ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുള്ളിൽ ശരിയാവുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അവളുടെ പല്ല് കംപ്ലീറ്റ് തിരിഞ്ഞിട്ടായിരിക്കുന്നത്, പിന്നെ കുറച്ച് പൊന്തിയിട്ടും ഉണ്ട്. അങ്ങനെ ഇപ്പോൾ വൈമാളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട് എനിക്കത് ചെയ്യണം. അപ്പോൾ ഇവർ ഫുഡ് കഴിക്കുകയാണ്. ഇവിടെ ഫുള്ള് ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കല്, ഉറങ്ങല് എല്ലാം ലേറ്റായിട്ടാണ്. 12 o'clock 12:30 ഞങ്ങൾ ഉറങ്ങാം. അത്ര വരെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയില്ല. ഇവർ പഠിക്കാനിരിക്കുന്നത് തന്നെ 10 മണിക്കായിരിക്കും. പിന്നെ അവിടെ നിന്ന് ഭയങ്കര ലേറ്റാവും. അപ്പം ഞാൻ വൈമാളിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് എഗ്ഗ് ഉണ്ട്. അപ്പം എൻ്റെ എഗ് ബാസ്ക്കറ്റിൽ വേറെ കുറച്ച് എഗ്ഗ് ഉണ്ട്. അപ്പം ഞാൻ ഒരു സൈഡൊക്കെ ഒതുക്കി വെച്ചു. ഇതൊക്കെ എൻ്റെ ഡയറ്റിൻ്റെ സാധനങ്ങളാണെന്ന് പറയാൻ പറ്റില്ല, കാരണം പകുതി ഡയറ്റിൻ്റെ സാധനങ്ങളും പകുതി കുട്ടികളുടെ സ്നാക്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ബദാം, ഡേറ്റ്സ് അങ്ങനെയൊക്കെ. അപ്പം ഞാൻ പഴയ എഗ്ഗ് എടുത്തിട്ട് മുകളിലേക്ക് ആക്കണം, പുതിയ തന്നെ താഴോട്ട് വെക്കണം. അതാണ് ഇപ്പോൾ ഒരു ടാസ്ക് ഉള്ളത്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഞാൻ എൻ്റെ ബദാമൊക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബദാമും ഡേറ്റ്സും ആണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. കുറെ കാലങ്ങളായിട്ട് ഞാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. എന്തെങ്കിലും കോഫി അല്ലെങ്കിൽ ഒന്നും കഴിക്കാണ്ട് നടക്കുക അങ്ങനെയൊക്കെ ആയിരിക്കും. എൻ്റെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അതൊരിക്കലും ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ ഞാൻ അങ്ങനെയായിരുന്നു നടന്നിരുന്നത്. ഇപ്പോഴാണ് മോർണിംഗ് ഒരു 8:30 ഒക്കെ ആകുമ്പോൾ തന്നെ ഒരു കോഫി, ഒരു 8 ആൽമണ്ടും 2-3 ഡേറ്റ്സും ഒക്കെ കഴിക്കും. അങ്ങനെ കറക്റ്റ് ടൈമിൽ ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട് ഇപ്പോഴായി. പിന്നെ ഇപ്പം എൻ്റെ പ്ലാൻസ് ഒക്കെ വെച്ചിരിക്കുന്നതാണ്. അർജുൻ്റെ ചെറുപ്പത്തിലത്തെ ടോയ്സ് ആണ് കേട്ടോ അതൊക്കെ. അപ്പം ഇത് അവിടെ ഇവിടെയും ഇരിക്കുമ്പം ചവിട്ടുക അങ്ങനെ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനിത് ഈ വിറ്റകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു ലിസാർഡിൻ്റെ ടോയും ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ ഈ ഏരിയ ഒക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അജുവിൻ്റെ ലാപ്ടോപ്പാണ്, ഗെയിമിങ് ചെയ്യുന്ന ലാപ്ടോപ്പാണ്. അതുപോലെ കിച്ചു ഡിജിറ്റൽ പെയിൻ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ഇവിടെ ഇരുന്നിട്ടാണ്. കിച്ചു അവിടെ കയറുന്ന് പഠിക്കുന്നുണ്ട്, എക്സാം വൈയുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ എഗ്ഗ് വയ്ക്കൽ കഴിഞ്ഞിട്ടില്ല, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ ഇപ്പം ക്ലിയർ ആയിട്ടോ, അല്ലെ എഗ്ഗൊക്കെ കറക്റ്റായിട്ട് വെച്ചു. പിന്നെ
ഈ സൈഡിലാണ് ഞാൻ എഗ്ഗൊക്കെ ബാസ്ക്കറ്റൊക്കെ വെക്കാറുള്ളത്. ഈ സൈഡൊന്നും ഞാൻ ക്ലീൻ ആക്കിയിട്ടേ ഇല്ല. എനിക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഗ്ലാസ്സസുകളും ഒക്കെ ഇങ്ങനെ പരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഏരിയ ഒന്നും ക്ലീൻ ആക്കി വെച്ചിട്ടില്ല. ഇപ്പൊ തൽക്കാലം എഗ് ബാസ്ക്കറ്റ് എടുത്ത് വെക്കുന്ന സ്ഥലം മാത്രം ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇനി വീടൊന്ന് അടിച്ചു വാരി കുളിച്ചിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. അപ്പം എൻ്റെ കിച്ചൻ്റെ മോൾ ഭാഗത്ത് കംപ്ലീറ്റ് പാത്രങ്ങൾ നിരന്നിരിക്കുകയാണ്. കണിക്ക് വെച്ച കണിവെള്ളരിയാണ് ഇരിക്കുന്നത്. അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ബാക്കി എല്ലാ ഏരിയയും ക്ലീൻ ആക്കി. ഇനി നടുവിലത്തെ ഒരു ഏരിയയും കൂടെ ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ ബിരിയാണിയിൽ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഞാനത് നാളേക്ക് വെക്കണോന്ന് വെച്ചിരിക്കുമ്പോൾ ഞാൻ അർജുനോട് ചോദിച്ചു, നീ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അവൻ എൻ്റെ വയറ് നിറഞ്ഞു, എന്നാലും വേണമെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അവൻ അവിടെ നിന്ന് മാറിയതാണ് കേട്ടോ. കുഴപ്പമില്ല, നീ കഴിച്ച് തീർത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ആള് വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ബിരിയാണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ബിരിയാണി, കുഴിമന്തി അതൊക്കെയാണ് ഫേവറേറ്റ്. അങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയും ചെയ്യും അവൻ. അത് കാണുന്നത് തന്നെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പം കിച്ചുവിൻ്റെ പഠിപ്പ് കഴിഞ്ഞിട്ടില്ല. അവൾ ക്ലാസ്സസുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും മെൻറ്റർമാരുണ്ടാവും. ഇവർ എല്ലാ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മെൻറ്റർ എന്നെ വിളിക്കും. അല്ലെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്യും ഗ്രൂപ്പിൽ, ഇന്ന ആൾക്കാർ ഇത്ര ക്ലാസ് കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പം അവളിരുന്ന് പഠിക്കുകയാണ്. അപ്പം ഞാനും അർജുനാണ് ഇവിടെ ഇരുന്ന് ടി വി കാണുന്നത്. ആ രണ്ട് പില്ലോ ഒക്കെ എടുക്കുന്നത് ഞാൻ കിടക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞാനവിടെ ഇരുന്ന് ഞാനും അർജുനും കൂടി ഇരുന്നിട്ട് മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിച്ചു വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് വന്ന് നോക്കും. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇതോടുകൂടി കഴിയാണ്. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ മൂവീസൊക്കെ കാണാനേ ഇഷ്ടം. കുട്ടികളിരുന്ന് കാണുമ്പോൾ അവരുടെ കൂടെ ഇരുന്നിട്ട് ഇതുപോലത്തെ മൂവീസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇത് പല ദിവസങ്ങളായിട്ട് എടുത്തിട്ടുള്ള വീഡിയോസാണ്, ഒറ്റ ദിവസങ്ങൾ എടുത്തതല്ല. അപ്പം ഇന്നത്തെ നൈറ്റ് റുട്ടീനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് മുകളിൽ പോവാണ് കേട്ടോ. മുകളിലാണ് ബെഡ്റൂമുകളൊക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ മുകളിൽ പിന്നെ കുളിച്ചിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. അപ്പം ഞങ്ങൾ ലൈറ്റുകളെല്ലാം താഴെ ഓഫ് ചെയ്ത് കിച്ചണിൽ പഠിക്കാനുള്ളത് അവൾ എപ്പോഴും ലേറ്റ് നൈറ്റ് ആയിട്ടാണ് പഠിക്കുന്നത് ആൾക്ക് ഇഷ്ടം. ഒരു 1 to 2 o'clock ഒക്കെ വരെ ഇരുന്ന് പഠിക്കും. എന്നാൽ പഠിക്കാൻ തുടങ്ങണത് 10 മണിക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തല്ലുകൊടുക്കും ചെയ്യും. അപ്പൊ അർജുൻ വന്നിട്ട് പറയാ, അടിച്ചത് കട്ട് ചെയ്യ, ആൾക്കാരെ കാണുമ്പോ എന്നെ അടിക്കണത്. അവരെല്ലാവരും കാണട്ടെ പറഞ്ഞിട്ട് ഞാനത് കട്ട് ചെയ്തില്ല കേട്ടോ. അപ്പൊ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് മോളിൽ പോയി കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ടാണ് അർജുൻ പോവുക. അത് അർജുന്റെ ഡ്യൂട്ടിയാണ് കുടിക്കാനുള്ള വെള്ളം എടുത്ത് വരിക എന്നുള്ളത്. അങ്ങനെ മോളിൽ പോവാണ്. നിധിഷേട്ടൻ ജോലിയിലാണ്. ആണ് നിധിഷേട്ടൻ ഇതിൻ്റെ ഉള്ളിൽ കാണാത്തത്. നിധിഷേട്ടൻ അടിയിലെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ജോലി ചെയ്യാണ്. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. അപ്പം ഞാൻ കുളിച്ചിട്ട് വേണം ഇനി കിടന്നുറങ്ങാനായിട്ട്. അപ്പം അർജുൻ്റെ കിച്ചൻ്റെ റൂമിൽ ഇപ്പം യുദ്ധമായിരിക്കും. രണ്ടുപേരും കയറി കഴിഞ്ഞാൽ അടിയാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പം ഇത്രയാണ് വീഡിയോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.